അപ്പോൾ നമുക്കൊരു സ്വീറ്റ് ഹാർട്ട് നെക്ക് എങ്ങനെയാണ് ക്യാൻവാസ് അഥവാ സ്റ്റിഫിൽ വരയ്ക്കുക എന്നുള്ളത് നോക്കാം. അതിനു വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു പീസ് സ്റ്റിഫ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഗ്ലൈസിങ് ഉള്ള ഭാഗം അകത്ത് വരത്തക്ക രീതിയിൽ ഇതിനെ ഇങ്ങനെ മടക്കി രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് നമ്മളുടെ ബോക്സ് വരയ്ക്കാം. നമ്മൾ നെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ബോക്സ് വരയ്ക്കാം. അതിന് വേണ്ടി നമ്മൾ ഏറ്റവും മുകളിലായിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുവാണ്. ഷോൾഡർ അറ്റാച്ച് ചെയ്യാനുള്ള തയ്യൽ തുമ്പ്. അവിടെ നിന്ന് നമ്മൾ ലെങ്ത്ത് എടുക്കുവാണ്. അപ്പോൾ ഇവിടുത്തെ നെക്ക് ലെങ്ത്ത് 6 ഇഞ്ചാണ് അല്ലേ. നമ്മുടെ ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് 6 ഇഞ്ചാണ്. പക്ഷേ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്വീറ്റ് ഹാർട്ട് നെക്കാണ്. അപ്പോൾ ഈ നെക്കിൻ്റെ ലെങ്ത്തുകൾ വരുന്ന സമയത്ത് നമ്മൾ ചില സമയത്ത് നെക്കിൻ്റെ ലെങ്ത്ത് കൂട്ടിക്കൊടുക്കുകയും ചില ഡിസൈൻ വരുമ്പോൾ നമ്മൾ കുറച്ച് കൊടുക്കുകയും ചെയ്യാറുണ്ട് നെക്കിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ഈ സ്വീറ്റ് ഹാർട്ട് നെക്ക്, വി നെക്കൊക്കെ വരുന്നത് കുറച്ച് കുടുങ്ങിയ നെക്കാണ്. അതായത് നമ്മൾ ചെയ്തിടുമ്പോൾ നമുക്കങ്ങ് ഒതുങ്ങിക്കിടക്കുന്ന ഒരു നെക്കുകളാണ് ഈ സ്വീറ്റ് ഹാർട്ട് ആയാലും ഡയമണ്ട് നെക്കായാലും വി നെക്കായാലും ഒക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മളുടെ ഒറിജിനൽ നെക്ക് ഇപ്പോൾ എക്സാമ്പിൾ 6 ഇഞ്ച് ആണെങ്കിൽ അത് തന്നെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കങ്ങ് ഒത്തിരി നെക്കങ്ങ് ഒതുങ്ങിയതുപോലെ തോന്നും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളൊരു 1/2 ഇഞ്ചോ 1 ഇഞ്ചോ ഒക്കെ നെക്ക് ലെങ്ത് കൂട്ടിക്കൊടുത്താൽ കുറച്ചുകൂടി വൈഡായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ ചെയ്യേണ്ടുന്ന നെക്കുകളാണ്. അതിലൊരെണ്ണമാണ് സ്വീറ്റ് ഹാർട്ട് നെക്ക്. അപ്പോൾ നിങ്ങളുടെ നെക്ക് ലെങ്ത് 6 ഇഞ്ച് ആണെങ്കിൽ നിങ്ങൾ 7 ഇഞ്ച് കൊടുക്കണം. എനിക്കിവിടെ 6 ഇഞ്ച് ആയതുകൊണ്ട് ഞാൻ 6.5 ഇഞ്ച് കൊടുക്കുന്നു. ഇനി നിങ്ങൾ സ്ക്വയർ നെക്കാണ് ചെയ്യാൻ പോകുന്നത്, അങ്ങനത്തെ വൈഡ് നെക്കാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സ്ക്വയർ നെക്ക് എന്ന് പറയുമ്പോൾ അങ്ങ് തുറന്ന് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അങ്ങ് തുറന്ന് വരുന്ന ഒരു നെക്കാണ് അല്ലേ. അപ്പോൾ നമ്മളത് ഒത്തിരി ലെങ്ത് ഇറങ്ങി വന്നാൽ ക്ലീവേജ് ഒക്കെ പുറത്ത് കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ സ്ക്വയർ നെക്ക് വരുമ്പോൾ നമ്മൾ 6.5 ഇഞ്ചാണ് സാധാരണ എടുക്കുന്നതെങ്കിൽ നമ്മളത് 6 ഇഞ്ച് എടുത്താൽ മതിയാകും. 1/2 ഇഞ്ച് നമ്മൾ കുറച്ചെടുക്കും സ്ക്വയർ നെക്കൊക്കെ വരുമ്പോൾ, അങ്ങനെ തുറന്ന് വരുന്ന നെക്കുകൾക്ക്. അങ്ങനെ നമ്മൾ നെക്ക് ലെങ്ത്തിനെ ചെറുതായിട്ട് ഡിസൈൻ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ 6 ഇഞ്ച് നെക്ക് ലെങ്ത്ത് എടുക്കാനുള്ളത് 6.5 ഇഞ്ച് എടുക്കുവാണ്. ഓക്കെ, അപ്പോൾ 6 ഇഞ്ച്. ഇനി താഴത്തെ നമ്മൾ സ്റ്റിഫ് അടിച്ച് മറിക്കുന്ന 1/2 ഇഞ്ച് ഇത്രയും ചേർത്തിട്ട് നമ്മൾ ലെങ്ത് മെഷർമെൻറ്റുകൾ മാർക്ക് ചെയ്തു. ഇനി നമുക്കിതെല്ലാം നീട്ടി വരച്ചു കൊടുക്കാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ യു നെക്ക് വരയ്ക്കാൻ പഠിച്ചില്ലേ, അത് തന്നെയാണ്. ആദ്യം നമ്മൾ അങ്ങനത്തെ ബോക്സ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്ക് ഡിസ്റ്റൻസ് മാർക്ക് ചെയ്ത് കൊടുക്കണം. കഴുത്തകല ഇവിടെ നമ്മൾ എത്രയായിരുന്നു? 3.25 അല്ലേ. നമ്മളുടെ ഇവിടുത്തെ നെക്ക് ഡിസ്റ്റൻസ് 3.25. നിങ്ങളിനി 3 എടുക്കുന്നതെങ്കിൽ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1/2 ഇഞ്ച് അപ്പുറത്തേക്ക് മാറ്റി മാർക്ക് ചെയ്തു. ഇനി അതിനെ നമ്മൾ താഴേക്ക് വരയ്ക്കുന്നു. അതായത് ഇത് നെക്ക് ഡിസ്റ്റൻസ് ആണ്. ഇത് നമുക്ക് സ്റ്റിഫിൽ മടക്കിയടിക്കാനുള്ള ഭാഗം. അങ്ങനെ നമ്മൾ സാധാരണഗതിയിൽ ഒരു യു നെക്കിന് നമ്മൾ പഠിച്ച പോലെ ഒരു ബോക്സ് നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോക്സിൽ എങ്ങനെയാണ് ചേഞ്ച് വരുത്തി സ്വീറ്റ് ഹാർട്ട് നെക്ക് വരയ്ക്കാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിനു വേണ്ടി ഞാനിവിടെ 2 മാർക്കിങ്സ് കൊടുത്തിട്ടുണ്ട്, AB ഓക്കെ. അപ്പോൾ ഈ AB എത്രയാണ്? AB 2.5 ഇഞ്ചാണ്. അതായത് A എന്ന് പറയുന്നത് ഈ ഒരു പോയിൻ്റ്, തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് മുകളിലേക്ക് വരുന്ന അവിടെ നിന്നും നമുക്കൊരു 2.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. 2.5. ഞാനിവിടെ 2.25 എടുക്കുന്നുള്ളൂ. കാര്യം എനിക്ക് ആകെ 6.5 ഇഞ്ചേ ഉള്ളൂ ലെങ്ത്ത്. നിങ്ങൾ 7 എടുക്കുവാണെങ്കിൽ 2.5 എടുക്കണേ. ഞാനിവിടെ 2.25 എടുക്കുന്നുള്ളൂ. 2.25 ഞാനിവിടെ മാർക്ക് ചെയ്തത്. കാര്യം എനിക്ക് ലെങ്ത് കുറച്ച് കുറവല്ലേ, 6.5 ഇഞ്ചേ ഉള്ളൂ, അതുകൊണ്ടാണേ. നിങ്ങൾ 7 ഇഞ്ചാണ് എടുക്കുന്നതെങ്കിൽ 2.5 ഇഞ്ചാണ് ഇവിടെ നിന്നിട്ട് മുകളിലേക്ക് എടുക്കേണ്ടത്. ഇനി BC എന്ന് പറയുന്നത് 1 ഇഞ്ചാണ്. ഓക്കെ, BC. പക്ഷെ ഞാനിവിടെ 1/2 ഇഞ്ച് എടുക്കുന്നുള്ളൂ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി നമ്മുടെ നെക്ക് ഡിസ്റ്റൻസ് നമ്മൾ വൈഡായിട്ടാണ് എടുത്തിരിക്കുന്നത് അല്ലേ. 3.25 ഇഞ്ച് നെക്ക് ഡിസ്റ്റൻസിലാണ് നമ്മളുടെ ഈ ടോപ്പ് തയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ 1/2 ഇഞ്ച് എടുക്കുന്നുള്ളൂ. പക്ഷേ സാധാരണ നമ്മൾ സ്വീറ്റ് ഹാർട്ട് നെക്ക് തയ്ക്കുമ്പോൾ നമുക്ക് ഇത് Aയും ഇത് Bയും ആണ്. അപ്പോൾ ഇത് നമ്മൾ 2.5 ഇഞ്ച് എടുത്തതിന് ശേഷം ഈ Bയിൽ വെച്ചിട്ട് നമ്മൾ
1 ഇഞ്ചാണ് സാധാരണ സ്വീറ്റ് ഹാർട്ടിന് മാർക്ക് ചെയ്യാനുള്ളത്. ഞാൻ പക്ഷേ 1/2 ഇഞ്ച് എടുക്കുന്നുള്ളൂ. കാര്യം ഓൾറെഡി ഞാൻ നെക്ക് ഡിസ്റ്റൻസ് കുറച്ച് വൈഡായിട്ടാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ആകെ 1/2 ഇഞ്ച് എടുക്കുന്നുള്ളൂ. അപ്പോൾ എൻ്റെത് ഇവിടെ വന്നു. അപ്പോൾ എൻ്റെ BC എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കിട്ടിയത്, BC. അപ്പോൾ മനസ്സിലായോ? A to B എന്ന് പറയുന്നത് 2.5 B to C എന്ന് പറയുന്നത് 1 ഇഞ്ചാണ്. ഇങ്ങനെ നമ്മൾ 2 മാർക്കിങ്സ് കൊടുത്തതിന് ശേഷം നമ്മളുടെ ആം ഹോൾ കർവ് നമ്മൾ എടുക്കുന്നു. ആം ഹോൾ കർവ് എടുത്തിട്ട് ഇതിനെങ്ങനെ വെച്ചുകൊണ്ട് ഫസ്റ്റ് നമ്മളുടെ ഒറിജിനൽ ഇതാണല്ലോ നമ്മുടെ ഒറിജിനൽ ലൈൻ വരുന്നത്. അവിടെ ആം ഹോൾ കർവ് വെച്ചിട്ട് നിങ്ങൾക്കിപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇതാ ഇങ്ങനെ വെക്കണം. കണ്ടോ, ഇങ്ങനെ ഇതുമായിട്ട് ഇങ്ങനെ, അതായത് ഇത് ഇവിടെ ടച്ച് ചെയ്യുന്നു, മറ്റേ പോയിൻ്റ് ആ 1 ഇഞ്ചിൽ ടച്ച് ചെയ്യുന്നു. ആ രീതിയിൽ വെച്ചിട്ട് വരച്ചു കൊടുക്കുക. ഞാനിവിടെ 1/2 ഇഞ്ച് എടുക്കുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. കണ്ടോ, ഈ എൻ്റെ ഇവിടെ തന്നെയാണ്, ഇതിവിടെ തന്നെയാണ്. ഈ ലൈൻ ദാ ഇങ്ങനെ. നിങ്ങൾക്കാണെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. 1 ഇഞ്ചാണ് എടുത്തിട്ടുണ്ട്, അതായത് കുറച്ചുകൂടി വൈഡായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മളുടെ ഇഷ്ടാനുസരണം നമുക്കങ്ങനെ മാറ്റി വരയ്ക്കാം. ഇനി അടുത്തെന്ന് പറയുന്നത് ഈ CA നമ്മൾ ഈ പോയിൻറ്റുമായിട്ട് വരയ്ക്കുവാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് വയ്ക്കുന്നത്? ദാ ഈ ഒരു പൊസിഷനിൽ കണ്ടോ, ഇങ്ങനെ. അപ്പോൾ ദാ ഇവിടെയാണ് നിങ്ങൾക്ക് വരയ്ക്കേണ്ടതെങ്കിൽ ഇതുമായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങ് വരയ്ക്കുന്നു. അപ്പം ഇങ്ങനെ ഒരു വൈഡ് കിട്ടും. പക്ഷെ ഞാൻ ഈ C ഇവിടെ ആയതുകൊണ്ട് ഇതുമായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തുകൊണ്ട് ദാ ഇങ്ങനെ വരച്ചു. കണ്ടോ, ദാ അപ്പോൾ എൻ്റെ ഇതിങ്ങനെ വന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു. ഞാൻ നെക്ക് ഡിസ്റ്റൻസ് കൂടുതൽ എടുത്തത് കൊണ്ടാണ് ഇവിടെ 1/2 ഇഞ്ച് എടുത്തത്. നിങ്ങൾ 1 ഇഞ്ച് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ പോയിൻ്റ് ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ നമ്മൾ ഇതിങ്ങനെ ആം ഹോൾ കർവ് ഇങ്ങനെ വെച്ചിട്ട് ദാ ഈ പോയിൻറ്റും ഈ കർവുമായിട്ട് ദാ ഇങ്ങനെ വരയ്ക്കുന്നു. പിന്നെ ഈ ആം ഹോൾ കർവ് ഇങ്ങനെ വെച്ചിട്ട് ഇതിനെ ഈ പോയിൻറ്റിൽ ടച്ച് ചെയ്ത് വെച്ചിട്ട് ഈ CUമായിട്ട് കണക്റ്റ് ചെയ്തുകൊണ്ട് ദാ ഇങ്ങനെ വരും. നിങ്ങളുടെ 1 ഇഞ്ച് നമ്മൾ എടുക്കുവാണെങ്കിൽ കണ്ടോ, ഇങ്ങോട്ടേക്ക് ഇത്രയും ഡിഫറൻസ് വരും, ഇത്രയും വൈഡായിട്ട് വരും. അപ്പോൾ നമുക്ക് നമ്മളുടെ ഇഷ്ടമാണ് അത്രയും വൈഡായിട്ട് നമ്മൾ എടുക്കണോ, അതേ നമുക്ക് അത്ര വൈഡ് വേണ്ട എന്നൊക്കെ ഉള്ളത് നമുക്ക് നമ്മളുടെ ഇഷ്ടാനുസരണം തീരുമാനിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒരു തയ്യൽ തുമ്പും കൂടെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തയ്യൽ തുമ്പ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഈ തയ്യൽ തുമ്പിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ സ്കെയിൽ വെച്ചിട്ട് ജസ്റ്റ് ഈ CA കാട്ടിയും ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന CA കാട്ടിയും ഒരു 1/2 ഇഞ്ച് അങ്ങോട്ടേക്ക്, ഇനി ഇവിടെ നിന്നിട്ട് ഈ തയ്യൽ തുമ്പിലേക്ക്. ഓക്കെ, ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാവേ. അപ്പം കട്ട് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ സിസേഴ്സ് എടുക്കുമ്പോൾ ഒരിക്കലും ടൈലറിങ്ങിൻ്റെ സിസേഴ്സ് ഉപയോഗിച്ച് നമ്മൾ ഈ സ്റ്റിഫ് പേപ്പർ ഒന്നും കട്ട് ചെയ്യാൻ പാടില്ല. പഴയ സിസേഴ്സൊക്കെ നമുക്ക് വരുമല്ലോ, നമ്മൾ കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അങ്ങനത്തെ ഏതെങ്കിലും ഒരെണ്ണം അതിന് വേണ്ടി മാറ്റി വയ്ക്കുകയോ അതല്ല എങ്കിൽ നിങ്ങൾ ക്രാഫ്റ്റിന് വേണ്ടി പേപ്പർ ഒക്കെ കട്ട് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന സിസേഴ്സോ ഉപയോഗിക്കണം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം തയ്യൽ തുമ്പ് കട്ട് ചെയ്യാവേ. ഇതാ തയ്യൽ തുമ്പാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. തയ്യൽ തുമ്പ് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഒറിജിനൽ നെക്ക് നമുക്ക് കട്ട് ചെയ്യാം. അതിനു വേണ്ടി സിസേഴ്സ് വായ വലിച്ച് തുറന്ന്, നമ്മൾ കേവൊക്കെ കട്ട് ചെയ്യുമ്പം സിസേഴ്സിൻ്റെ വായ വലിച്ച് തുറക്കണം. കേട്ടോ, ഈ എൻഡിലൂടെ കട്ട് ചെയ്ത് ഈ ഒരു പോയിൻ്റ് വരെ നമ്മളെത്തി, ഈ C വരെ എത്തുന്നു. സിയിൽ നിന്നും നമ്മളുടെ ഒറിജിനൽ ഷോൾഡറിൻ്റെ ആ ഒരു ഇതുവരെ എത്തുന്നു. അങ്ങ് പോകരുത്, ഇവിടെ കൊണ്ട് നിർത്തണം. അതിനുശേഷം നമ്മൾ ഈ ഷോൾഡറിന് വേണ്ടി വെച്ചിരിക്കുന്ന ആ ഒരു ബ്രിഡ്ജ് ഭാഗം കട്ട് ചെയ്തെടുക്കുന്നു.
ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ സ്വീറ്റ് ഹാർട്ട് നെക്കിൻ്റെ സ്റ്റിഫിൽ കട്ട് ചെയ്ത പോർഷൻ. കണ്ടോ, ഞാൻ ഈ വൈഡ് കൂടുതലായതുകൊണ്ടാണ്, നെക്ക് ഡിസ്റ്റൻസ് കൂടുതലായതുകൊണ്ടാണ് ലെങ്ത് കുറച്ചെടുത്തത്. പക്ഷെ കുറച്ചുകൂടി ലെങ്ത് ഉണ്ടെങ്കിലാണ് കുറച്ചുകൂടി വൈഡായിട്ട് കിട്ടുക. ഓക്കെ, അപ്പം ഇതാണ് ഞാൻ കുറച്ചൊതുങ്ങിയ ഒരു സ്വീറ്റ് ഹാർട്ടാണ് ചെയ്യുന്നത്. ലെങ്ത് കുറവല്ലേ. ഓക്കെ, ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം.